എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ കള്ള് ഷാപ്പുകളിൽ നിന്നൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിക്കുന്ന അതിനേക്കാളും രുചിയിൽ നല്ലൊരു കക്കയിറച്ചി ഫ്രൈ റോസ്റ്റ് ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു കക്കയിറച്ചി റോസ്റ്റ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ്. ഈ ഒരു പാചകവും തനി നാടൻ രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. കക്കയിറച്ചി റോസ്റ്റ് ചെയ്യുമ്പോൾ ഇതിലേക്ക് കൊച്ചുള്ളിയുടെ അളവാണ് കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. കൊച്ചുള്ളി ചേർത്ത് തയ്യാറാക്കുമ്പോഴാണ് ഈ ഒരു റോസ്റ്റിന്റെ സ്വാദ് അപാരമാകുന്നതും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകൾ തരാനും വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഉടൻ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോ കാണാൻ പോകാം. ഇനി നമുക്ക് കക്കയിറച്ചി ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് 1 കിലോ അളവിലാണ് കക്കയിറച്ചി കഴുകി ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു കറുത്ത ഭാഗമൊക്കെ കളഞ്ഞു വെച്ചിരിക്കുവാണ്. ഇനി നമുക്ക് ഈ കക്കയിറച്ചി ഒന്ന് വേവിച്ചെടുക്കണം. ഇതിനായിട്ടൊരു പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് പാനിലേക്ക് 2 കപ്പ് അളവില് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് കക്കയിറച്ചി വേവിച്ചതിന് ശേഷമാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഒരു നുള്ള് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ വെള്ളം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കക്കയിറച്ചി ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം നല്ലോണം ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. അതിനുശേഷം മൂടി വെച്ച് വേവിച്ചെടുക്കാം. കക്കയിറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് ആവശ്യമായ ചേരുവകൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കണം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി നല്ലോണം തന്നെ ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ അടിച്ചേർത്തിളക്കിയതിനു ശേഷം വീണ്ടും മൂടി അടച്ച് തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇറച്ചി വെന്ത് വരുന്ന സമയം കൊണ്ട് 1 കിലോ കക്കയിറച്ചിക്ക് ആവശ്യമായ ചേരുവകൾ എടുത്തു വെച്ചിട്ടുണ്ട്. 1/4 കിലോ അളവില് കൊച്ചുള്ളി, 1/2 മുറി നാളികേരം ചെറുതാക്കി കട്ട് ചെയ്തത്, 1 വലിയ കഷ്ണം ഇഞ്ചി പൊടിയായി കട്ട് ചെയ്തത്, 2 ബോൾ വെളുത്തുള്ളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 5 പച്ചമുളകും ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത്രയും ചേരുവകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. ഇനി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന കക്കയിറച്ചിയുടെ മൂടി ഒന്നുകൂടെ തുറന്ന് നോക്കാം. ഇപ്പോഴും ഇതിൽ ധാരാളം വെള്ളമെല്ലാം ഉണ്ട്. ഇനി നമുക്കിതൊന്ന് താഴേക്ക് ഇറക്കി വെച്ചു കൊടുക്കാം. ഈ വെള്ളമൊന്നും വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല. ഇതിലേക്ക് ആവശ്യമായ മസാലകളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം. ഇനി ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ഇനിയിപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിന്ന് വെളിച്ചെണ്ണയിലാണ് ഈ ഒരു റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു 5 ഏലക്ക, 4 കറിയാമ്പൂ, 2 കഷ്ണം കറുവപ്പട്ട, പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറിയ ജാതിപത്രിയാണ്. ഇത്രയും മസാലകൾ എണ്ണയിലേക്ക് ചേർക്കാം. മസാലകളൊന്ന് മൊരിഞ്ഞു തുടങ്ങിയാൽ പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നാളികേരക്കൊത്ത് ചേർക്കാം. നാളികേരക്കൊത്ത് ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിന്ന് ഈ ഒരു കക്കയിറച്ചി റോസ്റ്റ് തയ്യാറാക്കി എടുക്കുന്നത് കൊച്ചുള്ളി വെച്ചിട്ടാണ് കേട്ടോ. നിങ്ങൾക്കിപ്പോൾ കൊച്ചുള്ളി കിട്ടാത്ത നാടാണെങ്കിൽ സവാള എടുത്താലും മതിയാകും. 1 കിലോ കക്കയിറച്ചിക്ക് ഒരു 2 സവാള എടുത്താൽ മതിയാകും. അങ്ങനെ നമ്മൾ നാളികേരം ചേർത്ത് 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയതിന് ശേഷം പൊടിയായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ഇഞ്ചിയും കൂടി ചേർത്ത് ഒന്നുകൂടെ വഴറ്റിയെടുക്കാം. ഇഞ്ചിയും നാളികേരക്കൊത്തും ഒന്ന് മൂത്ത് വരട്ടെ. അങ്ങനെ ഇഞ്ചിയും നാളികേരക്കൊത്തും ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കാം. വീണ്ടും എല്ലാം കൂടി കൂട്ടി യോജിപ്പിച്ച് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളി ചേർത്തിട്ടും 1 മിനിറ്റ് നേരം ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളി, പച്ചമുളക് ചേർക്കാം. ഇതെല്ലാം നല്ലോണം തന്നെ ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. നമ്മളിന്ന് തയ്യാറാക്കി എടുക്കുന്നത് ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ ഒരു ടേസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ പറയും ഞാൻ ഷാപ്പിൽ പോയിട്ട് എങ്ങനെ അറിയാമെന്ന് പലരും ചോദിക്കും. ഞാൻ ഷാപ്പിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാനേ പോയിട്ടുള്ളൂ, അല്ലാതെ കള്ളു കുടിക്കാൻ പോയിട്ടില്ല കേട്ടോ. ഉള്ളിയൊക്കെ ഒന്ന് വഴണ്ട് വരണം. അതിനായിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ കക്കയിറച്ചിയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഈ ഒരു സമയത്ത് കുറഞ്ഞളവിൽ ഉപ്പ് ചേർത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ കൊച്ചുള്ളിയും നാളികേരക്കൊത്തും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഈ ഒരു രീതിയിലേക്ക് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1 സ്പൂൺ അളവില് മല്ലിപ്പൊടി, 1/2 സ്പൂൺ അളവില് പെരിഞ്ചീരകപ്പൊടി, 1/4 ടീസ്പൂൺ അളവില് കുരുമുളക് ചതച്ചെടുത്തിട്ടുള്ളത്, അതുപോലെ 1 സ്പൂൺ അളവില് എരിവെള്ള മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ അളവില് കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവില് ചതച്ച മുളക്. ഇത്രയുമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകള്. നമുക്കിനി ഈ ഒരു വഴറ്റുന്ന ഉള്ളിയിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർക്കുവാണ്. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് മുരിയിച്ചെടുക്കാം. ഈ ഒരു സമയത്ത് ഫ്ലെയിം സിമ്മിൽ വെച്ചിട്ട് വേണം പൊടികൾ മൂപ്പിച്ചെടുക്കാനായിട്ട്. പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. വെളിച്ചെണ്ണ പോരായ്മ ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിച്ചു കൊടുക്കാം. പൊടികളിപ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഗരം മസാല പൊടി കൂടെ ചേർത്ത് കൊടുക്കാം.
ഇത് നമ്മുടെ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുള്ള സ്പെഷ്യൽ മസാലയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കൈവശം ഗരം മസാല ഇല്ലെങ്കിൽ ചിക്കൻ മസാലപ്പൊടിയോ മീറ്റ് മസാലപ്പൊടിയോ ചേർക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ പൊടികളൊക്കെ ഇപ്പോൾ ഇളക്കി മുരിയിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കക്ക ഇറച്ചി ഊറ്റ് കയ്യിൽ വെച്ചിട്ട് ഒന്ന് കോരിയിട്ട് കൊടുക്കാം. കോരി വേണം ചേർക്കാനായിട്ട്. കുറേശ്ശെ മസാലയായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം. മസാലയായിട്ട് ആദ്യം ഇട്ട് കൊടുത്തത് യോജിച്ച് കഴിഞ്ഞാൽ അടുത്തത് നമുക്ക് കോരിയിട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മൾ തയ്യാറാക്കുന്ന ഈ കക്കയിറച്ചി റോസ്റ്റിന് മണ്ണൊന്നും കടിക്കില്ല. വീണ്ടും എല്ലാം കൂടെ കൂട്ടിയിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ബാക്കിയുള്ളത് കൂടെ കോരിയിട്ട് കൊടുക്കാം. വീണ്ടും ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അങ്ങനെ എല്ലാ കക്കയിറച്ചിയും ഞാനിവിടെ കോരിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഫുൾ ഫ്ലെയിം വെച്ച് കൊടുക്കാം. നല്ലവണ്ണം തന്നെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിത് നടുഭാഗം ഇതുപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കണം. കക്കയിറച്ചിയിൽ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന ആ വെള്ളം ഇതിൻ്റെ ഈ നടുഭാഗത്തായിട്ട് ഒഴിച്ചു കൊടുക്കണം. കക്കയിറച്ചിയുടെ മേലെയായിട്ട് ഒഴിച്ചു കൊടുക്കരുത്, ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. ഇതിൽ നിന്നും ആ മണ്ണെല്ലാം അടിഞ്ഞു കൂടിയിട്ടുള്ളത് ഇതിലേക്ക് ചേർന്ന് പോകും. അപ്പം അത് ശ്രദ്ധിച്ച് വേണോട്ടോ നിങ്ങൾ ചെയ്യാനായിട്ട്. വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ മേലെ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമ്മുടെ കക്കയിറച്ചി നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് അടിച്ചേർത്ത് ഇളക്കി കൊടുക്കാം. വീണ്ടും നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ ഒരു 5 മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇതുപോലെ ഒന്ന് വെള്ളമെല്ലാം വറ്റിയ പാകത്തിലേക്കായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി കിട്ടണം. അതുവരെയും നമുക്ക് ഒന്ന് ഇളക്കി ഇടയ്ക്കിടയ്ക്ക് കൊടുത്ത് മുരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചിയുടെ വെള്ളമെല്ലാം വറ്റി ഒന്ന് ഡ്രൈ ആയി വരുന്നൊരു പാകമാണ്. ഇനി നല്ല ശ്രദ്ധ കൊടുത്ത് വേണം നമുക്കിതുപോലെ ഒന്ന് വരട്ടിയെടുക്കാനായിട്ട്. മസാലയെല്ലാം ഇങ്ങനെ അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് ഇതുപോലെ അടി ഇളക്കി വേണം നമുക്കിതൊന്ന് ചെറുതായിട്ട് മുരിയിച്ചെടുക്കാനായിട്ട്. നിങ്ങൾക്ക് ഇതുപോലൊരു പരുവത്തിൽ കഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഈ ഒരു സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ മസാല ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മുരിഞ്ഞ് വരുന്നൊരു പാകത്തിലേക്കാണ് ആക്കിയെടുക്കുന്നത്. നമ്മൾ എടുത്തിട്ടുള്ളത് സ്റ്റീൽ പാൻ ആയതുകൊണ്ടിട്ട് അടിയിലൊക്കെ പെട്ടെന്ന് പിടിക്കും. നിങ്ങൾ ഒരു നോൺ സ്റ്റിക്ക് പാനൊക്കെ ഉണ്ടെങ്കിൽ അതിൽ വെച്ച് ചെയ്തെടുത്താലും മതിയാകും. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇളക്കി നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ കക്കയിറച്ചി ഇതുപോലെ ഒന്ന് നല്ലവണ്ണം പൊട്ടി ഒന്ന് മൊരിഞ്ഞൊക്കെ വന്നിട്ടുണ്ട്. ഇതേ ഒരു പരുവമായാൽ പിന്നെ നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് മുരിഞ്ഞു എന്ന് പറഞ്ഞാൽ ഓവറായിട്ടൊന്നും മുരിഞ്ഞു വന്നിട്ടില്ല, അത്യാവശ്യം മാത്രമാണ് മുരിഞ്ഞു വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കക്കയിറച്ചിയിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം. കൂടെ തന്നെ കക്കയിറച്ചിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടാനായിട്ട് കുറച്ച് പുതിന ഇലയും കൂടെ ചേർക്കുന്നുണ്ട്. കക്കയിറച്ചി കഴിക്കുമ്പോൾ വയറിനുണ്ടാകുന്ന അസ്വസ്ഥതകളെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് പുതിന ഇല ചേർത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് ഒന്ന് ഇളക്കി കഴിഞ്ഞാൽ നമുക്ക് ഈ കക്കയിറച്ചി ഒരു സെർവിങ് പ്ലേറ്റിലേക്ക് കൂടെ മാറ്റാം. അങ്ങനെ നമ്മുടെ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള കക്ക ഫ്രൈ റോസ്റ്റ്, ഷാപ്പിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നല്ലൊരു ഫ്രൈ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റുന്ന താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും എൻ്റെ കൂട്ടുകാർക്ക് വളരെ തന്നെ ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വീടുകളിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനും വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും, ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിൽ മെമ്പർ ആകാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹമൊക്കെ അറിയിച്ചുകൊണ്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടു കൂടി തന്നെ വീണ്ടും കാണാം.